ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 21 വാക്യം. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രസിദ്ധ പിയാനോ വായനക്കാരനായ പഡ്രേവിസ്കി അനേകം സംഗീതങ്ങൾ രചിക്കുകയും ഇമ്പകരമായി പാടുകയും ചെയ്തിട്ടുണ്ട്. സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിരുചി അസാധാരണമായിരുന്നു. ഒരിക്കൽ ഒരധ്യാപിക കുറേ കുട്ടികളുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. പഡ്രേവിസ്കി അപ്പോൾ ഒരു ഗാനം ആലപിക്കുകയായിരുന്നു. അധ്യാപികയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ലയിച്ചു നിന്നു. അവർ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം തൻ്റെ ബുക്കിലെ ഒരു ഗാനം കാണിച്ച് അവരോട് പറഞ്ഞു, ഈ ഗാനം 84 തവണ പാടിയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ശ്രമിച്ചതുപോലെ നിങ്ങളും ശ്രമിച്ചാൽ നിങ്ങൾക്കും ഗാനം ആലപിക്കാൻ സാധിക്കും. പരിശ്രമം കൂടാതെ ആർക്കും ഒന്നും നേടാൻ സാധിക്കില്ല. ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അക്ഷീണമായ പരിശ്രമം കാണും. പരിശ്രമമാണ് ആരെയും വളർത്തുന്നത്. ചാൾസ് ആൽഡ്രേവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഠിന പരിശ്രമത്തിലൂടെയല്ലാതെ ആരും മഹാത്മാക്കളാകുന്നില്ല. പരിശ്രമിക്കുമ്പോൾ പരാജയങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. നാം നിരാശരാകരുത്. അനേകം പ്രാവശ്യത്തെ പരാജയത്തിന് ശേഷമായിരിക്കും വിജയം നമ്മെ കടാക്ഷിക്കുന്നത്. അതിനാൽ പരാജയഭീതി വെടിഞ്ഞ് ഉത്സാഹത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. സാഹസികമായ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കണം. എമേഴ്സൺ എന്ന ചിന്തകൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്തു. ചില വിഡ്ഢിത്തങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടാവാം. കഴിയുന്നത്ര വേഗം അവയെ മറക്കുക. നാളത്തെ ദിവസം ഒരു പുതിയ ദിവസമാകുന്നു. അത് നന്നായി ആരംഭിക്കുക. ജീവിതത്തിൽ ഒരു ചെറിയ പരാജയമുണ്ടായാൽ അതേക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവരുണ്ട്. ഈ സ്വഭാവം ഒരിക്കലും നന്നല്ല. കഴിഞ്ഞത് കഴിഞ്ഞു. അവയെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദുഃഖാനുഭവങ്ങളിൽ നിന്ന് നാം എന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നും പഠിക്കണം. തോമസ് ആൽവ എഡിസൺ വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുന്നതിന് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും തികഞ്ഞ പരാജയമായിരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് ഇതേക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: അങ്ങ് നടത്തിയ എത്രയെത്ര പരീക്ഷണങ്ങളാണ് നിഷ്പ്രയോജനങ്ങളായി ഭവിച്ചിട്ടുള്ളത്. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പരീക്ഷണവും ഉപകാരമില്ലാത്തതായി തീർന്നിട്ടില്ല. ഉപകാരമില്ലാത്ത പരീക്ഷണങ്ങൾ ഈ രീതിയിൽ പോയാൽ വിജയം ലഭിക്കില്ലെന്ന് എനിക്ക് പറഞ്ഞു തന്നു. അതെന്നെ സംബന്ധിച്ച് നഷ്ടമല്ല, വലിയ നേട്ടമാണ്. 10 കമാൻഡ്മെൻറ്റ്സ് എന്ന വിശ്വേതര ചലച്ചിത്രം നിർമ്മിച്ച പ്രസിദ്ധ സംവിധായകനായ ഡെമല്ലയെ ജീവിത വിജയത്തിലേക്ക് നയിച്ച ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരു ചിത്രത്തിലെ ചില രംഗങ്ങൾ എങ്ങനെ സംവിധാനം ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. വളരെയധികം ചിന്തിച്ചിട്ടും ഒരു വഴിയും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം തൻ്റെ സ്റ്റുഡിയോയ്ക്ക് സമീപമുള്ള ഒരു തടാകത്തിലേക്ക് പോയി. അവിടെ കണ്ട ഒരു വള്ളത്തിൽ കയറി സാവധാനം തുഴഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ ഓടിക്കളിക്കുന്ന ഒരുതരം ജീവികളെ അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ ഒരു ജീവി തൻ്റെ വള്ളത്തിൽ പറ്റിപ്പിടിച്ചു. കണ്ടാൽ വെറുപ്പ് തോന്നിക്കുന്ന ജീവി. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ പ്രാണിയുടെ പുറമേയുള്ള ആവരണം പൊട്ടി അതിൽ നിന്നും സ്വർണ്ണച്ചിറകുള്ള മനോഹരമായ ഒരു ശലഭം പുറത്തു വന്നു. അത് ചിറക് വിടർത്തി ആകാശത്തേക്ക് പറന്നുയർന്നു. അദ്ദേഹം ചിന്തിച്ചു, വികൃത ജീവിയിൽ നിന്ന് പൂഞ്ചിറകുള്ള മനോഹരമായ പൂമ്പാറ്റയെ ദൈവം പുറപ്പെടുവിച്ചുവെങ്കിൽ തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് ദൈവത്തിന് ധാരാളം നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ചിന്തയോടെ അദ്ദേഹം പരിശ്രമിച്ചു. തൻ്റെ ചിത്രം പൂർത്തിയാക്കി. അത് വിജയകരമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും അനശ്വരങ്ങളായ പല ചിത്രങ്ങളും പുറത്തു വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലും ദൈവം ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. മനോഹരമായ സിദ്ധികളും കഴിവുകളും. ഈ കഴിവുകൾ ചിറകുമുളച്ച് പറന്നുയരുവാൻ നാം പലപ്പോഴും പ്രയത്നിക്കാറില്ല. പ്രയത്നിച്ചാൽ നേടാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് പറയുന്നത്: കഠിനമായ ത്യാഗത്തിലൂടെ അല്ലാതെ മഹത്തായ ഒരു കാര്യവും ആർക്കും ചെയ്തു തീർക്കാനാവില്ല. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ താലന്തുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ തന്നിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും ആ മടിയനായ ദാസനെ പോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ പൂഴ്ത്തിവെക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.